പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 7. പ്രധാന വാർത്തകൾ. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തു. 11 കിലോഗ്രാം മരിജ്വാനാണ് ബാഗേജിലാക്കാൻ ശ്രമിച്ചത്. യാത്രക്കാരനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഈ വർഷം നടക്കാനിരിക്കുന്നത് 16 രാജ്യാന്തര കോൺഫറൻസുകളും പ്രദർശനങ്ങളും. ഹെൽത്ത് സമ്മിറ്റ്, ബഹിരാകാശ സമ്മേളനം, ഹൈഡ്രജൻ ഉച്ചകോടി, ഗൈനക്കോളജിസ്റ്റ് കോൺഗ്രസ് തുടങ്ങിയവ പ്രധാനപ്പെട്ടവയാണ്. ഒമാനിൽ നാളെ മുതൽ പുതിയ ന്യൂനമർദ്ദം അനുഭവപ്പെടുമെന്നും 3 ദിവസം മിക്ക ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ട്. 30 മുതൽ 150 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. 2 മുതൽ 3 മീറ്റർ വരെ തിരമാല ഉയരുമെന്നും 15 മുതൽ 25 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കാറ്റു വീശുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗിക മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. തുടർച്ചയായ കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് കുട്ടികൾക്കിടയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. മാറി മാറി വരുന്ന മഴയും വെയിലും പനിബാധിതരുടെ എണ്ണം കൂട്ടുന്നു. പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥികളിലാണ് വൈറൽ പനി കൂടുതലായി കാണപ്പെടുന്നത്. പനി, ചുമ, ജലദോഷം എന്നിവയാണ് കുട്ടികളെ കാര്യമായി ബാധിക്കുന്നത്. ഇത്തരം രോഗാവസ്ഥകളുമായി ആശുപത്രികളിലെത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. വിദ്യാലയങ്ങളിൽ നിന്ന് രോഗബാധിതരാകുന്ന കുട്ടികളിൽ നിന്നും വീട്ടിലെ മുതിർന്നവരിലേക്കും രോഗം പടരുകയാണ്. ഉയർന്ന ഡിഗ്രിയിലുള്ള പനി, വിട്ടുമാറാത്ത ചുമ, മൂക്കൊലിപ്പ് എന്നിവയാണ് ഇവരിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ITB ബെർലിൻ ട്രാവൽ ആൻഡ് ടൂറിസം മേളയിൽ ആതിഥേയ രാഷ്ട്രമായി ഒമാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ പോസ്റ്റൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കി ഒമാൻ പോസ്റ്റ്. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള 6 ചിത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് സ്റ്റാമ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒമാൻ്റെ പ്രധാന വിനോദസഞ്ചാര കാഴ്ചകളെ പരിചയപ്പെടുത്തുക കൂടിയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ATB ബെർലിൻ ട്രാവൽ ആൻഡ് ടൂറിസം മേളയിൽ ഇത്തവണ ആതിഥേയ രാഷ്ട്രമാണ് സുൽത്താനേറ്റ്. മേളയിലെ ഒമാൻ പവലിയൻ ബെർലിൻ മേയർ കൈങ് വെങ്ങർ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ഒമാൻ ടൂറിസം മന്ത്രി ഉൾപ്പെടെ സന്നിധരായിരുന്നു. രാജ്യത്തെ 70ഓളം വിനോദസഞ്ചാര ഹോട്ടൽ സ്ഥാപനങ്ങൾ ഒമാൻ പവലിയനിൽ അണിനിരക്കുന്നുണ്ട്. ഒമാനിലെ ടൂറിസം മേഖലയെ പ്രചരിപ്പിക്കുകയും സഞ്ചാരികളെ ആകർഷിക്കുകയുമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. ടൂറിസം രംഗത്തെ നിക്ഷേപ സാധ്യതകളും പവലിയൻ അവതരിപ്പിക്കുന്നുണ്ട്. ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ്റെ സന്ദേശം. അൽബറക്ക കൊട്ടാരത്തിൽ ജോർദാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഐമൻ അൽ സഫാദിയാണ് സന്ദേശം കൈമാറിയത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സഹകരണവും ഉൾപ്പെടെയുള്ളവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഒമാൻ വിദേശകാര്യമന്ത്രിയും ഉന്നതതല പ്രതിനിധികളും ഉൾപ്പെടെ സന്നിധരായിരുന്നു. സൂർ സമുദ്ര പൈതൃകോത്സവത്തിന്റെ ഭാഗമായി വള്ളംകളിക്ക് അരങ്ങൊരുങ്ങുന്നു. ആവേശത്തിന് തീർത്ത് പരമ്പരാഗത രീതിയിൽ അരങ്ങേറുന്ന വള്ളംകളിയിൽ വിവിധ പ്രാദേശിക ക്ലബ്ബുകളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് 7 തുഴച്ചിൽ വള്ളങ്ങൾ മത്സരിക്കും. സൂർ ക്ലബ്ബുകൾ മുതൽ അൽ ഉറൂബ ക്ലബ്ബ് വരെയുള്ള വള്ളംകളിയിൽ പേരുകേട്ട ടീമുകൾ ഇത്തവണയും മത്സരരംഗത്തുണ്ട്. സുരക്ഷിതമായ മത്സര സാഹചര്യം ഒരുക്കുന്നതിന് അധികൃതർ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. സാംസ്കാരിക കായിക യുവജന വകുപ്പിനാണ് മത്സരത്തിന്റെ മേൽനോട്ടം. വകുപ്പ് മേധാവി സയ്യിദ് ബിൻ ഖമീസ് അൽ അറൈമി മത്സര സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു. കാലാവസ്ഥ ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചാകും മത്സര സമയവും ദൂരവും ഉൾപ്പെടെ നിർണ്ണയിക്കുക. വള്ളംകളിയോടനുബന്ധിച്ച് വിവിധ വിനോദ പരിപാടികളും അരങ്ങേറും. വിവിധ സ്വകാര്യ കമ്പനികളും വള്ളംകളി ആവേശത്തിന്റെ ഭാഗമായി പിന്തുണയുമായി രംഗത്തുണ്ട്. സൂറിൽ പരമ്പരാഗതമായി അരങ്ങേറുന്ന വള്ളംകളി ഏറെ പ്രസിദ്ധമാണ്. ഒമാനിൽ റമസാൻ മാസത്തിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ സമയക്രമം പ്രഖ്യാപിച്ച് തൊഴിൽ മന്ത്രാലയം. സർക്കാർ മേഖലയിൽ ഫ്ലെക്സിബിൾ രീതി അനുസരിച്ചായിരിക്കും ജോലി സമയം. സ്വകാര്യ മേഖലയിലെ മുസ്ലിം ജീവനക്കാർക്ക് ദിവസവും 6 മണിക്കൂറാണ് ജോലി സമയം. ആഴ്ചയിൽ 30 മണിക്കൂറിൽ കൂടുതലാകാൻ പാടില്ല. ഫ്ലെക്സിബിൾ സംവിധാനമനുസരിച്ച് സർക്കാർ മേഖലയിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഔദ്യോഗിക പ്രവൃത്തി സമയം. എന്നാൽ യൂണിറ്റ് മേധാവികൾക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12, 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി, 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി, രാവിലെ 10 മുതൽ വൈകിട്ട് 3 എന്നിങ്ങനെയുള്ള തൊഴിൽ സമയക്രമം അനുസരിച്ച് തീരുമാനിക്കാവുന്നതാണെന്നും തൊഴിൽ മന്ത്രാലയം അധികൃതർ അറിയിച്ചു.
തലസ്ഥാനത്തെ പ്രധാന പൊതുവിനോദ ഇടങ്ങളിലൊന്നായ വാദി കബീർ പാർക്കിൽ സ്റ്റേഡിയം കോംപ്ലക്സ് ഒരുക്കാൻ മസ്കത്ത് നഗരസഭ 2 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉൾപ്പെടുന്ന കോംപ്ലക്സ് ഒരുക്കുന്നത് നിർമ്മാണ കമ്പനികളിൽ നിന്നും അധികൃതർ കരാർ ക്ഷണിച്ചു. കോംപ്ലക്സിന്റെ നടത്തിപ്പിനും ബിഡ് സമർപ്പിക്കാവുന്നതാണ്. കായിക വിനോദത്തോടൊപ്പം കുടുംബങ്ങളെയും ആകർഷിക്കുന്ന വ്യത്യസ്ത സംവിധാനങ്ങൾ കോംപ്ലക്സിൽ നിർമ്മിക്കും. 41,209 ചതുരശ്ര മീറ്റർ ഏരിയയിൽ 9,780 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കോംപ്ലക്സ് വരിക. ജിം ബിൽഡിംഗ്, ഔട്ട്ഡോർ പ്ലേഗ്രൗണ്ട്, 2 പെഡൽ കോർട്ടുകൾ തുടങ്ങിയവ ഇതിൽ ഉൾക്കൊള്ളിക്കും. കായിക ഉപകരണങ്ങൾ വിൽക്കുന്ന സ്റ്റോർ, റെസ്റ്റോറന്റുകൾ, പാർക്കിംഗ് തുടങ്ങിയവയും സ്റ്റേഡിയം കോംപ്ലക്സിനോടനുബന്ധിച്ച് ഒരുക്കുമെന്നും മസ്കത്ത് നഗരസഭ ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ തുടരുന്നു. വാദികൾ നിറഞ്ഞൊഴുകി. റോഡുകളിൽ വെള്ളം കയറിയത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചു. എവിടെയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നഖൽ, ഇബ്രി, ഖുറിയാത്ത്, സീബ്, ബർക്ക, അവാബി, ആമിറാത്ത്, ആദം, ഹംറ, റുസ്താഖ്, സമായിൽ, ജഅലാൻ, ബനീബു അലി, നിസ്വ, ജഅലാൻ, ബുഹസൻ, മുദൈബി, ദങ്ക്, സിനാവ്, ബഹ്ല, സുഹാർ, ബുറൈമി, മുസന്ന വിലായത്തുകളിലാണ് കൂടുതൽ മഴ പെയ്തത്. ന്യൂനമർദ്ദം ശക്തമായതോടെയാണ് 2 ദിവസങ്ങൾക്കിടെ മഴ കനത്തത്. ഇന്നലെയും ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ ബുള്ളറ്റിനുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെ എത്തിയ മഴ താപനില കുറയാൻ ഇടയാക്കി. ശക്തമായ കാറ്റാണ് വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. എന്നാൽ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവുമുണ്ടായി. മഴ കനത്ത സാഹചര്യത്തിൽ 4 ഗവർണറേറ്റുകളിൽ ഇന്നലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കെല്ലാം അവധി നൽകിയിരുന്നു. മഴ സമയങ്ങളിലും വാദികൾ നിറഞ്ഞൊഴുകുമ്പോഴും വാദി മുറിച്ചു കടക്കരുതെന്ന് റോയൽ ഒമാൻ പോലീസ് വീണ്ടും ഉണർത്തി. നിയമം ലംഘിക്കുന്നവർക്ക് 500 റിയാൽ പിഴയും 3 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. അധികൃതരുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ബർക്കയിലെ ഖസായിൻ ഇക്കണോമിക് സിറ്റിയിൽ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 98% പ്രവൃത്തികളും പൂർത്തീകരിച്ചതായും പ്രാഥമിക ട്രയൽ പരിശോധനകൾ ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായ ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് പുതിയ സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണിത്. രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് മാർക്കറ്റ് നിർമ്മിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത്. നിലവിൽ മസ്കത്ത് ഗവർണറേറ്റിലെ മാവേലിയിലുള്ള പഴം പച്ചക്കറി മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റും. ഇക്കണോമിക് സിറ്റിയുടെ വിവിധ തരത്തിലുള്ള കണക്ടിവിറ്റി സംവിധാനം മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സീപോർട്ട്, എയർപോർട്ട്, സമീപ മാർക്കറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്താം. വിശാലമായ ട്രക്ക്, കാർ പാർക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, വെയർഹൌസ്, കസ്റ്റംസ്, കാർഷിക ലാബ് തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെയുണ്ടാകും. മാർത്തോമ ചർച്ച് ഇൻ ഒമാൻ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം നാളെ നടക്കും. റൂവി സെന്റ് തോമസ് ചർച്ചിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മാർത്തോമ മെത്രോപൊലീത്ത അഭിവന്ദ്യ മാർ കുറിലോസ് എപ്പിസ്കോപ്പ നിർവഹിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക വികാരി സാജൻ വർഗീസ് അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഒമാൻ മതകാര്യ മന്ത്രാലയം ഡയറക്ടർ അഹമ്മദ് ഖാമിസ് അൽ ബഹ്രി, ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ്, ചാണ്ടി ഉമ്മൻ MLA തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.